Good morning everyone. നമ്മൾ മൈക്രോപ്രൊസസ്സറിൻ്റെ 2 മൊഡ്യൂളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും. Then now we are going to the second module, that is basics of assembly language programming. നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് ഏതാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയുന്ന ഏതെല്ലാം ലാംഗ്വേജ് ഉണ്ട്? നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണുള്ളത്. നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ളതാവും. 3 ടൈപ്പിലുള്ള ലാംഗ്വേജാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പഠിക്കുന്നത്. ഒന്നേതാണ്? മെഷീൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് ബൈനറി നമ്പേഴ്സ്, സീറോസ് ആൻഡ് വൺസ്, ഓൺലി സീറോസ് ആൻഡ് വൺസ് ഉള്ളത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അതാണ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബൈനറി നമ്പേഴ്സ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ലാംഗ്വേജിൻ്റെയും അല്ലെങ്കിൽ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും ഇടയിൽ പെടുന്നത് മൂന്നാമത്തെ ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. 3 ടൈപ്പിലാണ് വരുന്നത്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, ദെൻ അസംബ്ലി ലാംഗ്വേജ്, ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അതിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഒരു യൂസറിന് മനുഷ്യന് മനസ്സിലാവുന്ന ലാംഗ്വേജാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഏതാണ്? മെഷീൻ ലാംഗ്വേജാണ്. ഇനി ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് കമ്പ്യൂട്ടറിനും കുറച്ച് മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജാണ്. അതായത് മെഷീൻ ലാംഗ്വേജ് ആയപ്പോൾ യൂസർക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്താണ് ഒന്നും മനസ്സിലാവണേ ഇല്ല അതിൽ. അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജ് എന്താണ്? കുറച്ച് അത്യാവശ്യമൊക്കെ നമുക്ക് എന്താണ് ഒരു യൂസർക്ക് മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവത്തുമില്ല, അതിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവത്തുമില്ല. അങ്ങനെ ഒരു ടൈപ്പിലാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആയപ്പോൾ എന്താണ് നമുക്ക് കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. പിന്നെ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നുണ്ടെങ്കിലാണ് നമ്മൾ കമ്പൈലറും അതായത് ട്രാൻസിസ്റ്റ് ചെയ്യുന്നത്. അതിനെ മറ്റൊരു രീതിയിലോട്ട് കമ്പൈലർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്, അതിനെ ട്രാൻസിസ്റ്റ് ചെയ്യണ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്താണ്? ഇതിന് രണ്ടിൻ്റെയും മെഷീൻ്റെയും അതുപോലെ തന്നെ ദെൻ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും ഇടയിൽ പെടുന്നതാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തുള്ള പ്രോഗ്രാമിൻ്റെ ബേസിക്സ് ആണ്. അതിൽ വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ, അതായത് നമ്മുടെ മൈക്രോ പ്രൊസസ്സറിൽ നമ്മൾ പഠിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണെന്ന് അർത്ഥം. അതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഓപ്പ് കോഡ് ഉണ്ട്, ന്യൂമോണിക്സ് ഉണ്ട്, 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് അരിതമെറ്റിക്, ലോജിക്ക്, ഷിഫ്റ്റിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ്, ബ്രാഞ്ചിങ്, ജമ്പിങ്, പ്രോഗ്രാമിംഗ് കൺട്രോൾ, അഡ്രസ്സിംഗ് മോഡ്സ്, മെമ്മറി റീഡ് ആൻഡ് റൈറ്റ്, ദെൻ memory read and write cycle, timing diagram, instruction cycle, machine cycle, and T states, types of IO addressing, simple programs. ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാംസ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ. എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് അറിയണം നമുക്ക്, അല്ലേ? ദെൻ എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഓപ്പ് കോഡ്, ന്യൂമോണിക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ഫസ്റ്റത്തെ ടോപ്പിക്കുകളാണ് ഓപ്പ് കോഡ്, ന്യൂമോണിക്സ്. ഫസ്റ്റ് അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് അറിയണം. ആൻഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എ ബൈനറി പാറ്റേൺ റിപ്രസെൻറ്റിംഗ് എ ബേസിക് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിസൈൻഡ് ഇൻസൈഡ് എ മൈക്രോ പ്രൊസസ്സർ ടു പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. മൈക്രോ പ്രൊസസ്സറിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ഫങ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ്, അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് ബേസിക് ഓപ്പറേഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. മൈക്രോ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ ഒരു സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഇൻസ്ട്രക്ഷൻസ് വേണം. അതൊരു പ്രത്യേകമായ രീതിയിലായിരിക്കും അതിനെ ഡിസൈൻ ചെയ്തിരിക്കുക. Then the collection of such basic operations support by microprocessor. അങ്ങനെയുള്ള ആ ബേസിക് ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? മൈക്രോ പ്രൊസസ്സറിൻ്റെ സഹായത്തോടെ പെർഫോം ചെയ്യുന്ന ചില ഓപ്പറേഷൻസ്, കുറച്ച് ഓപ്പറേഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയും. ദെൻ എന്താണ് ഒരു മൈക്രോ പ്രൊസസ്സറിലെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്ന് ചോദിക്കും. ദി കളക്ഷൻ ഓഫ് സച്ച് ബേസിക് ഓപ്പറേഷൻ സപ്പോർട്ട് ബൈ എ മൈക്രോ പ്രൊസസ്സർ ഈസ് നോൺ ആസ് ദി ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ദി മൈക്രോ പ്രൊസസ്സർ. ഒരു മൈക്രോ പ്രൊസസ്സറിലെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മൈക്രോ പ്രൊസസ്സറിൽ ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചില ബേസിക് ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടി വരും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ബേസിക് ഓപ്പറേഷൻസിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ദി ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിറ്റർമൈൻ വാട്ട് ഫങ്ഷൻസ് ദി മൈക്രോ പ്രൊസസ്സർ ക്യാൻ പെർഫോം. ഇൻസ്ട്രക്ഷൻ സെറ്റാണ് പറയുന്നത് മൈക്രോ പ്രൊസസ്സർ എന്ത് ഫങ്ഷനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത് ആരാണ്?
ഈ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഹാസ് 2 പാർട്സ്. ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ഇൻസ്ട്രക്ഷന് ഏതൊരു ഇൻസ്ട്രക്ഷൻ സെറ്റിൽ എന്താണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ ഏത് ഇൻസ്ട്രക്ഷനും എന്തുണ്ട് 2 പാർട്സ് ഉണ്ട്, മെയിൻലി 2 പാർട്സ് ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 പാർട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓപ്പറേഷൻ കോഡ്, ദാറ്റ് ഈസ് ഓപ്പ് കോഡ്. ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ് എന്നതിനെ പറയും. ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ്. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ ഒക്കെ അന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പ് കോഡ് എന്ന് പറയും, ഓപ്പറേഷൻ കോഡ്. ദെൻ രണ്ടാമത്തെ പാർട്ടാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തത് ഓപ്പറേഷൻ കോഡ്, ദാറ്റ് ഈസ് ഓപ്പ് കോഡ്, ഷോർട്ട് ഫോം ആണ് അതിൻ്റെ. ഓപ്പ് കോഡ് പഠിച്ചു വെക്കുക, അത് എന്തായാലും ചോദിക്കുന്നതാണ്. ദെൻ രണ്ടാമത്തത് ഓപ്പറാൻഡ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനിൽ മെയിൻലി 2 പാർട്സ് ആണുള്ളത്. അതിനാണ് ഒന്ന് ഓപ്പറേഷൻ കോഡ്, മറ്റൊന്ന് ഓപ്പറാൻഡ്. Then opcode part of the instruction specify the task to be performed by the microprocessor. ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്കോഡ് പാർട്ട് പറയുന്നത് എന്താ വെച്ചാൽ ആ ഇൻസ്ട്രക്ഷന് എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നത്, മൈക്രോ പ്രൊസസ്സറിൻ്റെ സഹായത്തോടെ എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഓപ്പ് കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ് വെച്ചിട്ടാണ്. The opcode of the 8085 microprocessor can specify basic operations like data transfer operation, arithmetic and logic operation, bit manipulation operation, branch and loop operation, processor control operation, interrupt operation and some മോർ അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പ് കോഡിൽ പെടുന്നതാണ്. ഓപ്പ് കോഡ് ഓപ്പറേഷൻസ് ആണ് ഏതൊക്കെയാണ് വരുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ, അരിതമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ, ബിറ്റ് മാനിപ്പുലേഷൻ ഓപ്പറേഷൻ, ബ്രാഞ്ച് ആൻഡ് ലൂപ്പ് ഓപ്പറേഷൻ, ദെൻ പ്രോസസ്സർ കൺട്രോൾ ഓപ്പറേഷൻ, ഇൻട്രപ്റ്റ് ഓപ്പറേഷൻ, ദെൻ അതുകൂടാതെ കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്പറേഷൻസ്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടത്? ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് എന്താണെന്നുള്ളതാണ് ഓപ്പറാൻഡ് പാർട്ട്. The operand part of the instructions specify the data to be operated on. അതായത് ഡാറ്റയോ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റ ഏതോ അതിനെയാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റയെ ഓപ്പറാൻഡ് എന്ന് പറയും. ദ വേരിയസ് ടെക്നിക് ടു സ്പെസിഫൈ ഡാറ്റ ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ 8085 മൈക്രോ പ്രൊസസ്സർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്രസ്സിംഗ് മോഡ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പ് കോഡ്, ഓപ്പറാൻഡ് ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറാൻഡ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം A+B എന്നാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ. A+B എന്ന ഇൻസ്ട്രക്ഷനിൽ എയും ബിയും എന്താണ്? ഓപ്പറാൻഡ്. പ്ലസ് എന്താണ്? ഓപ്പ് കോഡ്. അതിനെ നമ്മൾ മൈക്രോ പ്രൊസസ്സറിൽ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുമ്പോൾ എന്താണ്? ആഡ് AX, BX 2 രജിസ്റ്റേഴ്സാണ് AXും BXും. ഈ AXും BXും എന്താണ്? ഓപ്പറൻ്റ് ആയിരിക്കും. then എന്താണ്? ആഡ് എന്നുള്ളത് ഓപ്പ് കോഡ് ആയിരിക്കും. എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യുന്നത് അതിനെ ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ്. നമ്മൾ മൈക്രോ പ്രൊസസ്സറിൻ്റെ സഹായത്തോടെ എന്ത് ഓപ്പറേഷനാണ് അവിടെ അല്ലെങ്കിൽ എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നത് അതിനെയാണ് ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോഡ് എന്ന് പറയുന്നത്. ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡാറ്റാസിനെ നമ്മൾ എന്താണ്? ഓപ്പറൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ ആ ഡാറ്റാസിനെ സ്പെസിഫൈ ചെയ്യാൻ 8085 ഒരുപാട് വേസ് ഉണ്ട്. ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ വേരിയസ് ടെക്നിക്കലാണ് അത് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റത്തെ പറയുന്നത് 8 ബിറ്റോ അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റ മേ ബി ഡയറക്റ്റ്ലി 8 ബിറ്റ് ഡാറ്റാനെ അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റാനെ ഡയറക്റ്റ്ലി പെർഫോം ചെയ്യുക. അതായത് 88 ഒരു 8 ബിറ്റ് ഡാറ്റ ആണെന്ന് വിചാരിച്ചോളൂ. ആ 88ന് എന്ത് ചെയ്യാണ്? ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. 2 എന്നുള്ളൊരു 8 ബിറ്റ് ഡാറ്റ ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതേമാതിരി തന്നെയാണ് ഒരു 8888 ഒരു 16 ബിറ്റ് ഡാറ്റയാണ്, അതിനെന്ത് ചെയ്യാണ്? ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതൊരു രീതി. മറ്റൊന്ന് പറയുന്നത് ദി അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ കൊടുത്തിട്ട് അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടെന്നോ IO ഡിവൈസെന്നോ അല്ല, ഏതെന്നുള്ള മെമ്മറി ആയാലും എന്താണ് മെമ്മറി ലൊക്കേഷൻ വെച്ച് കണ്ട് എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പറയുന്നത് ഓൺലി 1 രജിസ്റ്റർ യൂസ് ചെയ്ത് കണ്ട്. മറ്റൊന്ന് പറയുന്നത് സ്പെസിഫൈ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്താണ്. സം ഇൻസ്ട്രക്ഷൻസ് ഡാറ്റ ഈസ് ഇംപ്ലൈഡ് വെച്ച് കണ്ട്. ദ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓപ്പറേറ്റ് ഓൺ ദി കണ്ടന്റ് ഓഫ് ദി അക്യുമുലേറ്റർ. അങ്ങനെ ഇംപ്ലൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അക്യുമുലേറ്ററത്തെ കണ്ടന്റുമായിട്ടായിരിക്കും അതിനെ ആ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് പറയണം ഫസ്റ്റ്. നമുക്ക് ഒരുപാട് ഫോർമാറ്റുകൾ ഇൻസ്ട്രക്ഷൻസിന് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്, എങ്ങനെയാണ് ഏത് ഫോർമാറ്റിൽ വേണമെന്നുള്ളത്.
In the 8085 microprocessor, instructions may of 1 byte, 2 byte or 3 byte in length. 1 ബൈറ്റിലോ 2 ബൈറ്റിലോ അല്ലെങ്കിൽ 3 ബൈറ്റിലോ ലെങ്ത്തിലായിരിക്കും 8085 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ദ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഫീൽഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ്, ഒരു ഇൻസ്ട്രക്ഷനിൽ വരുന്ന ഫീൽഡുകളാണ് ഫസ്റ്റ് ഏതാണ് വരുന്നത്, ഓപ്പറേഷൻ കോഡ്, ദാറ്റ് ഈസ് ഓപ്പ് കോഡ്. ഓപ്പറേഷൻ കോഡ്, ദാറ്റ് ഈസ് ഓപ്പ് കോഡ്. The operation code field in the instruction specify the operation to be performed. എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് അതാണ് അതിലുണ്ടായിരിക്കുക. ദെൻ എന്താണ് ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ ആഡ് എന്നുള്ളത് അവിടെ എന്താണ് അഡീഷനാണ്. ആഡ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഈസ് 80H. അവിടെ ബിയിലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററത്തെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്ത് അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യും. ദെൻ മറ്റൊന്ന് പറയുന്നത് സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റ്. അവിടെ എന്തായിരിക്കും സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓപ്പറൻറ്റിലാണ് വെച്ചെങ്കിൽ എന്താണ് രണ്ട് രജിസ്റ്റേഴ്സ് വരുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാം മൂവ് A, B. അപ്പോൾ എന്നാൽ എയും ബിയും എന്ന രണ്ട് രജിസ്റ്റേഴ്സാണ്. അതിൽ ബി എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റിനെ എങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുക, എയിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇത്രയാണ് അതിൽ വരുന്ന രീതികൾ. ദെൻ ഇനി അതിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിന് ജസ്റ്റ് ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സിംഗിൾ ബൈറ്റ് ആണ് വെച്ചെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് D0, D1, D2, D3, അതായത് ബൈറ്റാണ് 8 ബിറ്റുകൾ ഉണ്ടായിരിക്കും. 1 ബൈറ്റ് എന്നാണ് 8 ബിറ്റ്. 2 ബൈറ്റ് ആണ് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ 8 ബിറ്റ് എന്താണ് ബൈറ്റ് 1 ഓപ്പ് കോഡ്. ദെൻ എന്താണ് സെക്കൻഡത്തെ 8 ബിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഓപ്പറൻറ്റ് ഡാറ്റ ഓർ അഡ്രസ്സ്. ഓപ്പറൻറ്റ് ഡാറ്റയോ അല്ലെങ്കിൽ അഡ്രസ്സോ ആയിരിക്കും. രണ്ട് രീതിയിലുണ്ടാവും അവിടെ. ഫസ്റ്റത്തെ എന്താണ് ഓപ്പ് കോഡിനും രണ്ടാമത്തത് ഓപ്പറൻറ്റ് ഡാറ്റ ഓർ അഡ്രസ്സ്. 3 ബൈറ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ ബൈറ്റ് ഓപ്പ് കോഡിന്, രണ്ടാമത്തെ ബൈറ്റ് എന്താണ് ഓപ്പറൻറ്റ്, അതായത് ലോവർ ഓർഡർ ഓപ്പറൻറ്റ്സ് ആയിരിക്കും. ഓപ്പറൻറ്റ് ഡാറ്റ രണ്ടും ഓപ്പറൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പറൻറ്റ് ഡാറ്റാസ് അതായത് ഡാറ്റാസിന് വേണ്ടിയിട്ട്, മറ്റേത് ഓപ്പ് കോഡിന് വേണ്ടി മാത്രം. ഫസ്റ്റത്തെ ബിറ്റ് 3 ബൈറ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ ബൈറ്റ് ഓപ്പ് കോഡിന്, അതായത് ഇപ്പോൾ ആഡ് എന്നുള്ളത് വെച്ചാൽ ആഡിന് വേണ്ടിയിട്ട് മാത്രം. മറ്റേത് രണ്ടും വരുന്നത് ഓപ്പറൻറ്റ് ഡാറ്റാസിന്, ഇപ്പോൾ A, B എന്ന് പറയുന്ന ആ ഡാറ്റാസിന് വേണ്ടിയിട്ട്. അതിൽ സിംഗിൾ ബിറ്റിൽ എന്താണ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒരുമിച്ചായിരിക്കും. ഓപ്പറൻറ്റും ഓപ്പ് കോഡൊക്കെ ഒരുമിച്ചാണ് വരിക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൻ്റെ കാര്യമാണ് ഇത്രയും